ഇപ്പം എനിക്ക് കിടക്കാൻ വീടില്ല, സത്യമാണ്. ആറ്റുകാൽ അമ്മേരെ നടയിൽ നിന്ന് 10 ദിവസം കൊണ്ടിരുന്ന് ഇന്നലെയാണ് അവിടെ നിന്ന്, ഇന്ന് രാവിലെയാണ് അവിടെ നിന്ന് വീട്ടിൽ പോയത്. മേയർ പറഞ്ഞ് ഒരു അപേക്ഷ കൊടുന്ന് പറഞ്ഞ്, അങ്ങനെ അപേക്ഷയിൽ എനിക്കിപ്പം ലിസ്റ്റിൽ പേര് വന്നാണ് എന്നെ ഇവിടെ വിളിച്ചാണ് ഇവിടെ നിന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഒരു 40 രൂപയാണ് അവർ തരുന്നത്. അപ്പോൾ അത് അപ്പോൾ ബുദ്ധിമുട്ടാണ്. 1 ലക്ഷം കിട്ടിയാൽ നമ്മൾ ഇതാന്ന് പറയുന്ന ബേസ്മെൻറ്റ് കെട്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ പൈസയ്ക്ക് അങ്ങ് ചെല്ലും. അപ്പോൾ അത് നമ്മൾ ചോദിച്ചത്. ഇതിനു മുമ്പ് എന്തെങ്കിലും വേറെ ഏതെങ്കിലും പദ്ധതി വഴി വീടിന് സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തിലാണ് ഇപ്പോൾ വീട് വയ്ക്കാൻ നമുക്ക് ഇവിടെ നിന്ന് തരുന്നത്. അന്ന് മുന്നോട്ട് പോകാനുള്ള ഇതേപോലെ തന്നെ സ്ഥലം കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് വീടിനുള്ള ഒന്നും കിട്ടിയില്ല. ഒരുപാട് പേരോടൊക്കെ ഞാൻ കടത്തിനൊക്കെ ചോദിച്ചു, ആരും തന്നില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോഴും വരെ അത് ആയിട്ടില്ല. ഇപ്പോൾ എനിക്ക് കിടക്കാൻ വീടില്ല, സത്യമാണ്. ഞാനും എൻ്റെ മൂത്ത മോനും അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അമ്മക്ക് 2 പേർക്കും കിടക്കാൻ ഒരു ഇടയില്ല. ഞാൻ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒരു വീട്ടിൽ പോയി കിടക്കും രാത്രി. എൻ്റെ മോൻ ഒരു വീടില്ലാത്ത ഒരു പെരയിടത്തിൽ ആൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവരങ്ങ് വെട്ടി ഇതായി പോയപ്പോഴേ എൻ്റെ മോൻ അവിടെ ചെന്നൊരു ടാർപ്പാളം വലിച്ച്, അശയിൽ ടാർപ്പാളം വലിച്ച് കെട്ടി അവിടെ കിടക്കുമായിരുന്നു. ഇപ്പോൾ അവരും ആ പെരയിടം വിൽക്കണമെന്ന് പറഞ്ഞ് അവരും അവനെ അവിടെ നിന്ന് ഇറക്കി. ഇന്നലെ മിനിങ്ങാന്ന് ഞാൻ ചെന്നപ്പോൾ അവൻ എല്ലാം കൂടെ വാരിക്കൊണ്ട് എൻ്റെ വന്നതാണ് ഞാൻ കണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇതിന് ഓടിയത്. ആറ്റുകാൽ അമ്മേരെ നടയിൽ നിന്ന് 10 ദിവസം കൊണ്ടിരുന്ന് ഇന്നലെയാണ് അവിടെ നിന്ന്, ഇന്ന് രാവിലെയാണ് അവിടെ നിന്ന് വീട്ടിൽ പോയത്. അപ്പോൾ ഇന്നലെ ഇവിടെ വിളിച്ചിരുന്നു വരണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. പറഞ്ഞായിരുന്നു. വീട് തരാം ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഈ 40,000 രൂപ തരുമ്പം നമുക്കതൊരു ചെയ്യാൻ ഒരിതില്ല, വേറൊരു വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ മടിച്ച്. ഇപ്പോഴും ഞാൻ വിചാരിച്ചു വീട് വേണം, കൂടിയേ തീരുള്ളൂ. അങ്ങനെ ഞാൻ ഇറങ്ങിയതാണ്. കാരണം നമ്മളൊരു വീട്ടിൽ ചെന്ന് 10 ദിവസം കിടത്തും, പിന്നെ അവർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സ്വന്തമായിട്ടൊരു കൊച്ചു വീട് വേണം. 2000 പേര് നമ്മുടെ പട്ടികയുണ്ട്. പക്ഷേ 2000 പേർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് പണം കൊടുക്കുക എന്നുള്ള പ്രാവർത്തികമല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും എത്ര പേരെയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് കോർപ്പറേഷൻ വിശ്വസിക്കുന്നത്? ഇനി ഞങ്ങൾക്ക് ഇതിൽ ഭരണപരമായ ചില കാര്യങ്ങളോട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് പൂർത്തിയായാൽ 2000 പേർക്ക് കൊടുക്കാനുള്ള പണമുണ്ട്. ഇപ്പോൾ ആ നടപടികൾ പൂർത്തിയായാൽ ഇപ്പോൾ ഇവരെല്ലാം പെർമിറ്റ് എടുക്കണം. അത് അവരുടെ ഇപ്പോൾ 15 പേര് വരെ പെർമിറ്റ് എടുത്തിട്ടുണ്ട്. അവർക്കാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്, അർഹരാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തത്. എത്രയും പെട്ടെന്ന് തന്നെ പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എഗ്രിമെൻ്റ് വയ്ക്കുക. അതിന് ഭരണപരമായ ഒരു അംഗീകാരം വാങ്ങേണ്ടതായിട്ടുണ്ട്. അടുത്ത ദിവസം നടക്കുന്ന മീറ്റിങ്ങുകളിൽ ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് എഗ്രിമെൻറ്റ് വയ്ക്കുന്നതോടുകൂടി ആദ്യ ഘട്ടം കൊടുക്കാൻ പറ്റും. ഈ 2000 പേർക്കും ഒരുമിച്ച് തന്നെ കൊടുക്കാനുള്ള ക്യാഷ് തയ്യാറാണ്, അതിന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഒരുമിച്ച് തന്നെ കൊടുക്കാൻ സാധിക്കുമെന്നും അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ മറ്റൊരു തടസ്സമില്ലാതെ നിർവഹിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ ചിന്ത. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2 മാസം ഉണ്ടല്ലോ, ഈ 2 മാസം കൊണ്ട് ആദ്യഘട്ട പണി പൂർത്തിയാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ 2 മാസം ഡിലേ ആവും. എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കി എടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ 15 പേർക്ക് പെർമിറ്റ് ലഭിച്ചവരുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ വന്നിരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഈ ഗുണഭോക്തൃ പട്ടികയിലുണ്ട് എന്ന് തെളിവാക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പദ്ധതിയുടെ ഗുണഭോക്താക്കളാക്കും എന്നുള്ളവരാണ്. അതായത് ഇവരെല്ലാവരും തന്നെ സ്ഥലം ലഭിച്ചവരാണ്. ഇവരുടെ ലിസ്റ്റ് കോർപ്പറേഷൻ ഓഫീസിലുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഗുണഭോക്താക്കളാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ഞങ്ങൾ PMBOE പദ്ധതി പ്രഖ്യാപിച്ചല്ലോ, അതുമായി ബന്ധപ്പെട്ട് കൊടുത്തൊരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഭരണപരമായിട്ടുള്ള ചില അംഗീകാരങ്ങൾ ലഭിക്കുന്നതോടുകൂടി എഗ്രിമെൻറ്റ് വയ്ക്കാൻ പറ്റുന്ന സമയത്ത് അവർക്ക് സർട്ടിഫിക്കറ്റായിട്ട് വന്നാൽ മതി. അവരൊക്കെ ലിസ്റ്റിലുള്ളവരാണ് എഗ്രിമെൻറ്റ് വയ്ക്കാൻ സാധിക്കും. ഈ PMAY 2ാം ഘട്ടത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഇതുവരെയും സംസ്ഥാനം അനുമതി കൊടുത്തിട്ടില്ല. അപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലോ അങ്ങനെ എന്തെങ്കിലും നടത്താൻ സാധിക്കും? ഞങ്ങൾ രാഷ്ട്രീയമായി പരമാവധി ഇടപെടലുകൾ കിട്ടുന്ന വേദികളിലും മന്ത്രിമാരെ കാണുമ്പോഴൊക്കെ തന്നെ രേഖാമൂലം അല്ലാതെ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഞങ്ങളൊക്കെ തന്നെ ഈ നിൽക്കുന്ന കോർപ്പറേഷനിലെ 50 കൗൺസിലർമാരും ബഹുമാനപ്പെട്ട കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി ശ്രീ മനോഹർലാൽ ഖട്ടാർജിയുമായിട്ട് 2 മണിക്കൂർ ഞങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്നു. ആ സമയം ഞങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനോട് ഇക്കാര്യം ചെയ്യണമെന്ന് കേന്ദ്രത്തിന് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പലതവണയും സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു, സാധിച്ചില്ല. ഇനി നിങ്ങൾ പോയി നിങ്ങളുടെ രീതിയിൽ ശ്രമിച്ചു നോക്കൂ. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ കേന്ദ്രം പ്രഖ്യാപിച്ച ഒരു പദ്ധതിയിൽ ഒപ്പിടാൻ വേണ്ടി ഞങ്ങൾ തയ്യാറില്ലെന്ന് പിടിവാശി നടത്തുന്നതിലൂടെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാർക്കാണ് വീട് വയ്ക്കുവാനുള്ള അവകാശവും അവസരവും നിഷേധിക്കപ്പെടുന്നത്. പലരും മരണപ്പെട്ടു പോയി. ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ എത്ര പാവപ്പെട്ട ആൾക്കാരെ കൈ ഉയർത്തിയത്. ഇവരൊക്കെ തന്നെ 2, 3, 4 തവണ കഴിഞ്ഞ 2 മാസത്തിൽ ഉൾപ്പെടെ മേയറുടെ ചേംബറിലേക്ക് കടന്നു വന്നവരാണ്. അപ്പോൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ
കേന്ദ്ര സർക്കാരിൻ്റെ ഇതിനുള്ള വിഹിതം മാറ്റി വെച്ചിട്ടുണ്ട്, പണമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഇതിനുള്ള വിഹിതം മാറ്റി വെച്ചിട്ടുണ്ട്, അവിടെയും പൈസ ഉണ്ട്. കോർപ്പറേറ്റ് അക്കൗണ്ടിൽ നോക്കുമ്പോഴേക്ക് ഇതിനുള്ള വിഹിതം മാറ്റി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന എല്ലാ ബഡ്ജറ്റിലും ഭവന പദ്ധതിക്ക് ഇത്ര ശതമാനം പൈസ മാറ്റി വയ്ക്കണമെന്നുള്ളത് മാൻഡേറ്ററിയാണ്. ഞങ്ങളത് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ പൈസ ലാപ്സായി പോകും. ആ ജനങ്ങൾ എന്താ ചെയ്യുന്നത്? കടവരാന്തയിൽ ഉറങ്ങും. അവരുടെ മക്കളെ തെരുവ് നായ്ക്കൾ കടിക്കുകയും മറ്റാക്രമണങ്ങൾ നേരിടുകയും ചെയ്യും. അപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ഈ നഗരത്തിന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ, ഞങ്ങൾ രാത്രികാലങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുട്ടികളെ പോലുള്ള, ഞങ്ങളുടെ മാതാപിതാക്കളെ പോലുള്ള ആൾക്കാർ അവർക്ക് അർഹതപ്പെട്ട പണം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഉണ്ടായിട്ടും അവർ കടവരാന്തയിൽ ഉറങ്ങുമ്പോഴേക്കും ഞങ്ങൾക്ക് അതിൻ്റെ വേദനയുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിൻ്റെ നടപടികൾ സ്വീകരിക്കും. ഈ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു ആരോപണമുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ബജറ്റിൽ 20 കോടിയാണ് ഇതിനു വേണ്ടി വകയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് 1 ലക്ഷം രൂപ വീതമാണ് കിട്ടുക. ഈ 1 ലക്ഷം രൂപ കൊണ്ട് എങ്ങനെയാണ് വീട് വയ്ക്കാൻ പറ്റുക എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്, ഒരു ചോദ്യം പ്രതിപക്ഷം. അതായത് ഒന്ന് ഇനി അവർ ബഡ്ജറ്റിൽ അവർ ഇത്രയും കാലം ഈ സംസ്ഥാനമൊക്കെ ഭരിച്ചിട്ട് ഒരു ബഡ്ജറ്റിലെ പ്രഖ്യാപനം എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ലേ? ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്ന മുഴുവൻ തുകയും അപ്പം തന്നെ വകയിരുത്തും. അപ്പം തന്നെ വകയിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ ഫണ്ടും എല്ലാം ആ ഒരു പദ്ധതിയിൽ നടപ്പിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു പദ്ധതിക്ക് ആദ്യ ഘട്ടത്തിൽ നമ്മൾ ഒരു തുക വകയിരുത്തും. അതിനുശേഷം പദ്ധതിയുടെ പുരോഗതി അനുസരിച്ചിട്ട് ഇപ്പോൾ ഈ 2000 പേർക്കും അവർക്ക് ആകെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തുക ഒറ്റ ഘട്ടമായിട്ട് ആദ്യമല്ലല്ലോ കൊടുക്കുന്നത്. അങ്ങനെയല്ലോ ഗവൺമെൻറ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യ ഘട്ടവും രണ്ടാം ഘട്ടവും കൊടുക്കാൻ വേണ്ടിയുള്ള പണം ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അത് കഴിയുമ്പോഴേക്കും ആ പ്രവൃത്തി പൂർത്തിയാക്കുന്നതനുസരിച്ച് അടുത്ത പണം കിട്ടുവാനുള്ള മാർഗ്ഗങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു മാർഗ്ഗം നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ ചർച്ച ചെയ്യേണ്ടി വരും. കോർപ്പറേറ്റിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 10-200-300 കെട്ടിടങ്ങളുണ്ട്. അതൊക്കെ 40-50 വർഷം കൊണ്ട് 500 രൂപ വാടക 250 രൂപ വാടക വെച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഈ മാർച്ച് മാസത്തിൽ ഒഴിയുമ്പോഴേക്കും ലക്ഷക്കണക്കിന് രൂപ അഡീഷണൽ കോർപ്പറേറ്റിൻ്റെ ഖജനാവിലേക്ക് വരും. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തായിട്ടുള്ള അപ്പോൾ CPM-മാർക്ക് അല്ലെങ്കിൽ ചോദിക്കുന്നവർക്ക് ഇത് ചോദിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. മറ്റൊരു കാര്യം കൂടി, കേരളത്തിൻ്റെയും അതുപോലെ കേന്ദ്രത്തിൻ്റെയും സഹായം ലഭിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കും. ഈ PMAY പദ്ധതി അല്ലാതെ മറ്റ് സഹായങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നാളെ ഇപ്പോൾ ഇവർ എന്തായാലും ഈ കേരളത്തിൽ മുഴുവൻ മറുപടി പറയണ്ടേ? കേരളത്തിൽ മുഴുവൻ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇതിന് തയ്യാറാകുന്നില്ല, മറ്റുള്ള കോർപ്പറേഷനിൽ പഞ്ചായത്തുകളിൽ ഇത് സാധിക്കുന്നില്ല എന്ന് ജനങ്ങൾ ചോദിക്കില്ലേ? അതിന് മറുപടി പറയണ്ടേ? അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ നിലപാട് തിരുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിൽ നിന്നുള്ള വിഹിതം കിട്ടും. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ 2000 കൊടുക്കുന്ന 5000 പേർക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങും. ഇനി ലഭിച്ചില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ പകച്ചു നിൽക്കുകയില്ല. ഞങ്ങൾക്ക് പ്ലാൻ B ഉണ്ട് നടപ്പിലാക്കാൻ വേണ്ടി. അതാ ഇപ്പോൾ ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതി വിഹിതമല്ലാതെ മറ്റ് ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ കേന്ദ്രത്തിൽ നിന്നും പലതരത്തിലുള്ള ആനുകൂല്യം, അതിനായിരുന്നു ഞങ്ങളുടെ ഡൽഹിയിലെ യാത്രയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനവും. അത് വരാൻ പോകും. എല്ലാം ഒറ്റയടിക്ക് പറഞ്ഞ് നാളെ പറയാൻ കാര്യങ്ങൾ വേണ്ടി. അപ്പോൾ അതൊക്കെ വരാൻ പോകുന്ന ദിവസങ്ങൾ മനസ്സിലാവും. പിന്നെ വേറൊന്നും ഞാൻ ചോദിച്ചിട്ട് PM ശ്രീ പദ്ധതി. PM ശ്രീ പദ്ധതിക്ക് സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ 1.5 കോടി 2 കോടിയോട് സ്കൂളിന് കിട്ടേണ്ടതാണ്. അവിടുത്തെ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തേണ്ടതാണ്. അത് ഈ ഒരു പിടിവാശി കാരണം മന്ത്രിസഭയിൽ തന്നെ 4 അഭിപ്രായമില്ലേ? ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി അങ്ങോട്ട് ഒപ്പിടാൻ പോയിട്ട് മറ്റൊരു ഘടകകക്ഷി കണ്ണുരുട്ടിയെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറിയ ചരിത്രമുണ്ടോ? അപ്പോൾ ഇത്രത്തോളം സങ്കുചിതമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ച ഒരു ജനതയെ തന്നെ പിന്നോട്ടടിക്കുന്ന ഭരണ സംവിധാനത്തിനെതിരായുള്ളൊരു പോരാട്ടം കൂടിയാണിത്. മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചിട്ടാണ് ഈ പദ്ധതി പ്രകാരം 4 ലക്ഷം രൂപയാണ് സ്ഥലമുള്ള ഒരു വ്യക്തിക്ക് പരമാവധി ലഭിക്കുക. പക്ഷേ നഗരസഭയുടെ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നത് തിരുവനന്തപുരം നഗരസഭയിൽ ഈ പദ്ധതിയിലുള്ള എല്ലാവർക്കും പൂർണ്ണമായും വീട് വച്ച് നൽകാനുള്ള തുക നഗരസഭ അനുവദിക്കുമെന്നാണ്. 4 ലക്ഷം രൂപയ്ക്ക് എന്തായാലും ഒരു വീട് പണി കഴിയില്ല. അപ്പോൾ വാഗ്ദാനം പൊള്ളയായിരുന്നു. അങ്ങനെയാണല്ലോ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പറഞ്ഞത് PMAY, ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് PMAYയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള, അതാണ് അർത്ഥശങ്കയ്ക്ക് വിടയില്ലാത്ത ഞാനിത് തറപ്പിച്ച് പറഞ്ഞത്. PMAY പദ്ധതിയിൽ എത്രയാണോ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ തുക കൊടുക്കും. ആ തുക ഞങ്ങൾ കൊടുക്കും. അഡീഷണൽ തുക അല്ല, ഞാൻ പറയാം, ഒരു വീട് വയ്ക്കുന്നത് എങ്ങനെയെന്ന് ആ വീട് വയ്ക്കുന്നവരാണ് തീരുമാനിക്കുന്നത്. എൻ്റെ കയ്യിൽ ഞാനൊരു വീട് വയ്ക്കുമ്പോൾ എൻ്റെ കയ്യിൽ എത്ര തുകയുണ്ട്, എനിക്ക് എത്രത്തോളം സമ്പാദിക്കാൻ സാധിക്കും. അപ്പോൾ അത് അവരവരാണ് തീരുമാനിക്കുന്നത്. 4 ലക്ഷം രൂപയ്ക്ക് വീട് വയ്ക്കുന്നവരുണ്ട്, അതിൽ കുറവ് വീട് വയ്ക്കുന്നവരുണ്ട്, അതിനേക്കാൾ കൂടുതൽ വീട് വയ്ക്കുന്നവരുണ്ട്. ഞങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നത് PMAY നൽകിയ തുകയാണ് ഞങ്ങൾ നൽകാൻ തീരുമാനിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ട്, എത്ര മുനിസിപ്പാലിറ്റി ഉണ്ട്, എത്ര കോർപ്പറേഷൻ ഉണ്ട്? ഞങ്ങളുടെ നൽകുന്നത് അതിന് നിങ്ങളൊക്കെ പിന്തുണയ്ക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ കേരളം പിന്മാറിയത് ഈ ഒരു ലോഗോ പതിപ്പിക്കുന്ന വിഷയമായി ബന്ധപ്പെട്ടുള്ള, അങ്ങനെയാണെങ്കിൽ ഈ തുക ഈ കോർപ്പറേഷനിൽ വകയിരുത്തുമ്പോൾ കോർപ്പറേഷൻ വീടുകളിലും ഈ ലോഗോ പതിപ്പിക്കുന്ന വരാൻ, അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ കാര്യം ഇപ്പോൾ പറഞ്ഞാലോ, സസ്പെൻസ് വേണ്ടി വരട്ടെ, കൗൺസിലൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ. എന്തായാലും ആ ലോക സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ലോകയാണ്. ഇങ്ങനെയൊക്കെ പിടിവാശി പിടിച്ചൊരു ജനതയെ പിന്നോട്ടടിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും. പണമുണ്ട്, ചർച്ച ചെയ്യേണ്ട വിഷയം ഇതാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും പഞ്ചായത്തുകളുടെയും പൈസ ഉണ്ട്, ജനങ്ങളുടെയും വസ്തുവുണ്ട്, അവർക്ക് വീട് ആവശ്യമുണ്ട്.
പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാൻ താമസിക്കുന്നതിൽ 6-7 വർഷം കൊണ്ട് ജനങ്ങൾ ഇങ്ങനെ പാവകൾ നടക്കുകയല്ലേ. അത് ഞങ്ങളൊരു പരിഹാരം കണ്ടെത്തണം. ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിയുടെ നയം. ഓക്കെ.